ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ സീതാപ്പഴം കൊണ്ട് പായസമാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. സീതാപ്പഴം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പല ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് കൂടിയിട്ടാണല്ലോ. മെയിൻലി വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ്. അതേപോലെ വൈറ്റമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ ഷുഗർ നിയന്ത്രിക്കാനും BP നിയന്ത്രിക്കാനും എല്ലാം ഈ സീതാപ്പഴത്തിന് കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കണ്ടൻറ്റ് കൂട്ടാനും ഈ സീതാപ്പഴം നമ്മൾ കഴിക്കുന്നതിലൂടെ സാധിക്കും. അതുപോലെ നമുക്ക് പറഞ്ഞ് തീരാത്തത്ര ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് കൂടിയിട്ടാണ് അല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സീതാപ്പഴം നിങ്ങളെ കാണിക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെ ഈ റെസിപ്പി തയ്യാറാക്കാൻ ഈ വലുപ്പത്തിലുള്ള 4 സീതാപ്പഴമാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറംതൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ ഇത്രയും പഴുത്തതായിട്ട് ഒരുവിധം നന്നായി പഴുത്തിട്ടുള്ള സീതാപ്പഴം നമ്മളിതിന് ഉപയോഗിക്കുക. അപ്പോൾ ഈ വലുപ്പത്തിലുള്ളത് 4 എണ്ണം, അല്ല ഇതിൽക്കളം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 5 എണ്ണം ഉപയോഗിക്കാം കേട്ടോ. നമ്മൾക്ക് ആദ്യം സേമിയ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ബൗൾ സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും സേമിയ വേകേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം തിളയ്ക്കേണ്ട സമയം കൊണ്ട് നമ്മൾക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 ശർക്കരയാണ്, ഇതുപോലത്തെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ശർക്കര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 250 ഗ്രാം ശർക്കര, 1/4 കിലോ ശർക്കര ഇട്ട് കൊടുത്തിട്ട് അത് അലിയേണ്ട വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. സേമിയ ഇടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ 1/2 ബൗൾ സേമിയ എടുത്തിട്ടുള്ളത്. അത് തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ചുടുവെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് 2-3 പ്രാവശ്യം സേമിയനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ സേമിയ അധികം കുഴഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഈ നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കുന്നത് കേട്ടോ. വീണ്ടും ഗ്യാസ് ഓണാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം ഈ സേമിയയിലേക്ക്. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ആ സമയം കൊണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു അരിപ്പ വെച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, കാരണം അതിൽ അധികം പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിതുപോലെ അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ശർക്കരയുടെ മധുരമൊക്കെ ഒന്ന് സേമിയയിൽ പിടിക്കുന്നത് വരെ ഒന്ന് കുറച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ശർക്കരപ്പാനി എല്ലാം നന്നായിട്ട് കുറുകി സേമിയയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് സീതാപ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 സീതാപ്പഴത്തിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ചേർത്ത് കൊടുക്കുക. പൾപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് ഗ്യാസ് തിളപ്പിക്കരുത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, കാരണം ഒരുപാട് തിളച്ച് പോയി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് ഈ പൾപ്പ് ഇടയിലൊന്ന് കടിക്കാൻ കിട്ടണം. അപ്പോൾ അതുപോലെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 മുറി തേങ്ങയുടെ ചിരവിയിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഈ 1 മുറി തേങ്ങയുടെ പാലെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ കുറച്ച് ലൂസായിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ, കാരണം സേമിയ ചൂടാറുന്നതിന് ശേഷം അത് വീണ്ടും തിക്കായിട്ട് വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇപ്പോൾ ചേർത്തിയാൽ പിന്നെ അത് ചൂടാറുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത്. ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് തിളച്ചാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് 1/2 സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നെയ്യും ഞാനൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഈ നെയ്യിൽ തന്നെ അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ നെയ്യ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത് കേട്ടോ. നമ്മുടെ പായസം ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഏത് പായസം തയ്യാറാക്കുമ്പോഴും ഇതേപോലെ സീതാപ്പഴത്തിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ പൾപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം തിളപ്പിച്ചെടുക്കരുത്, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.